ഹേ ഗായ്സ്, നല്ല അടിപൊളി ടേസ്റ്റി അവക്കാഡോ സാൻഡ്വിച്ചാണ് സുഹൃത്തുക്കളെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. സംഭവം ഉഷാറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലോട്ട് പോകാം. ആൻഡ് ഫസ്റ്റ് വേണ്ടത് നല്ല അടിപൊളി പഴുത്ത അവക്കാഡോ ഉണ്ടോ. പച്ച നോക്കി വാങ്ങരുത്, പച്ച വാങ്ങിച്ചിട്ട് ചുമ്മാ വീട്ടിൽ ഫ്രിഡ്ജ് വെച്ച് കളയാനാണ് പതിവ്. ആൻഡ് നമ്മളൊരു പുതിയ കത്തി വാങ്ങി, അടിപൊളി കളർഫുൾ കത്തി. സാധാരണ നോർമൽ ഒരു കത്തിയായിരുന്നു കേട്ടോ വീട്ടിലുള്ളത്. ഇതാകുമ്പോൾ കാണാനും ഭംഗിയാണ്, ചുമ്മാ എടുത്ത് അരിയാൻ തോന്നുന്നു കാണുമ്പോൾ തന്നെ. അപ്പോഴത്തേക്ക് അമ്പൂട്ടൻ ഇവിടെ എഴിഞ്ഞ് ഫ്രണ്ട്. പിന്നെ കത്തി വെച്ച് കളിക്കരുത്, കൈമുറിയും. പിന്നെ ഏതൊരു നല്ല കാര്യത്തിന് തുടക്കത്തിലും ചോര കാണുന്നത് നല്ലതാണെന്ന് കാർന്നൂമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ നൈഫ് ഒരു രക്ഷയല്ല കേട്ടോ. ഇനി ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം. ഇനി അവക്കാഡോ വേണ്ടവരൊക്കെ എൻ്റെ വീട്ടിൽ വന്നാൽ മതി. 2-3 കൊല്ലം കഴിയുമ്പോൾ ഇത് പടന്ന് പന്തലിക്കും കേട്ടോ. മൃദുല കുരുവൊക്കെ നട്ടിട്ടുണ്ട്. ആൻഡ് ബാക്ക് ടു കുക്കിംഗ്. നമുക്കിത് സംഭവം ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മുടെ അവക്കാഡോ കൊണ്ട് എടുക്കുക, നല്ലോണം സ്മാഷ് ചെയ്ത് കൊണ്ട് എടുക്കുക. പിന്നെ നമ്മുടെ സവാള ആൻഡ് കുനുകുനാന്ന് എറിഞ്ഞ തക്കാളി, ക്യാപ്സിക്കം, ഇത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ലൈം ജ്യൂസും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാമേ. ഈ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ആഡ് വെച്ചു. കുറച്ച് ഒലിവ് ഓയിൽ അങ്ങോട്ട് സ്പ്രേ ചെയ്തു. നമ്മുടെ ബ്രെഡ് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ടോപ്പ് ആയിട്ട് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ പേസ്റ്റ് വെക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ ബ്രെഡ് എടുക്കുക, അങ്ങ് ചപ്പിളി. മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റിന് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത്ര കഴിച്ചാലും മടുക്കത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് സീരിയസ്ലി. അങ്ങനെ അമ്പൂട്ടിന് കൊടുത്ത്. അമ്പൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.